ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അവസാനം വരെ വീഡിയോ കണ്ടിട്ട് മാത്രം കമന്റ് ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ടും 3 കാര്യങ്ങളെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ഈ 3 കാര്യങ്ങളിൽ ആദ്യത്തെ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആസ്ട്രോ ടർഫിങ്ങിന്റെ ആടുജീവിതം എന്താണെന്ന് പറയുന്നതിന് മുൻപ് എന്താണ് PR എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു കമന്റ് കണ്ടപ്പോൾ PR കുറിച്ച് അറിയാം, അല്ലെങ്കിൽ ഇത് PR ആണ് എന്ന് പറയുന്ന ആളുകൾക്ക് പലർക്കും PR എന്താണെന്ന് കൃത്യമായിട്ട് ബോധ്യമില്ല എന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇതൊക്കെ പറയാൻ നീ ആരാ, നിനക്ക് എന്താണ് ഇതിനെക്കുറിച്ച് ബോധ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ജസ്റ്റ് ഫിനിഷ് മൈ മാസ്റ്റേഴ്സ് ഇൻ മീഡിയ ആൻഡ് പബ്ലിക് റിലേഷൻ അഥവാ PR. നമുക്കിപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും. PR എന്താണ്, ആരാണ് PR ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ഈ PR ചെയ്യുന്നത്, PR എങ്ങനെ നമ്മുടെ ഒപ്പീനിയൻസിനെ മാറ്റും, PR എങ്ങനെ നമ്മുടെ ഒപ്പീനിയൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യും, നമ്മുടെ കാഴ്ചപ്പാടിനെ എങ്ങനെ ഡിഫറെൻ്റ് ആക്കുന്ന കാര്യങ്ങളൊക്കെ. ഒരു തരത്തിൽ പറഞ്ഞാൽ PR ഒരു രീതിയിൽ നോക്കുമ്പോൾ അഡ്വർടൈസ്മെന്റ് ആണ്. പക്ഷെ PR ശരിക്കും പറഞ്ഞാൽ ഒരുപാട് തലങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. PR ആരാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ പേഴ്സൺ ഹൂ ലോഞ്ചസ് ദാറ്റ് സർവീസ് ഓർ ദാറ്റ് പ്രൊഡക്റ്റ് ടു ദ മാർക്കറ്റ്. അതായത് പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് ആ പ്രൊഡക്റ്റോ സർവീസോ കൊടുക്കുന്ന ആളാണ് PR ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ PR ഏജൻസികളെ റിക്രൂട്ട് ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റ് സർവീസും എന്ത് വേണമെങ്കിലും ആവാം. അതായത് ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ സിനിമയാവാം, അല്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ് ആവാം, അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിലും ആവാം. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ എക്സാമ്പിളിലൂടെ ഈ കാര്യം പറഞ്ഞുതരാം. ഞാനൊരു പ്രൊഡക്റ്റ് ഒരു മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ്. ഞാനൊരു പുതിയ പ്രൊഡക്റ്റ് തുടങ്ങി. ഈ പുതിയ പ്രൊഡക്റ്റിന്റെ പേര് സുംബാഡി പ്രൊഡക്റ്റ് എന്ന് വിചാരിക്കുക. ഈ സുംബാഡി പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിച്ചപ്പോൾ ഞാൻ ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി കുറേ പോസ്റ്റർ ഒട്ടിച്ചു. അതുപോലെ കുറേ ആളുകളോട് ഞാൻ പറഞ്ഞു ഇതൊക്കെ ചെയ്താലും എനിക്ക് പ്രോഫിറ്റ് കിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ മുടക്കിയ പൈസ പോലും എനിക്ക് തിരിച്ചു കിട്ടില്ല. അപ്പോഴാണ് ഞാൻ PR എന്ന വലിയ സാധ്യതയെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങുന്നത്. സുംബാഡി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക, ഒരു ഫേസ് ക്രീമാണ്. അപ്പൊ സൗന്ദര്യത്തിന്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ, സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു രൂപം ഐശ്വര്യ റായിയുടെയാണ്. മെജോറിറ്റി ആളുകൾക്ക് സൗന്ദര്യത്തിന്റെ മിസ് വേൾഡ് ആയിട്ടുള്ള ഐശ്വര്യ റായ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ഒരുപാട് പൈസ മുടക്കി ഐശ്വര്യ റായിനെ കൊണ്ട് ഒരു പരസ്യം ചെയ്യുന്നു. ഈ ക്രീം തേച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, ഈ ക്രീം എൻ്റെ ഫേസിന് ഗ്ലോ തരും, അല്ലെങ്കിൽ ഈ ക്രീം എൻ്റെ ഫേസിനെ റിജുവനേറ്റ് ചെയ്യും എന്നൊക്കെ ഐശ്വര്യ റായി ആയിരിക്കും പറയുന്നത്. ഇതിൻ്റെ കൂടെ കുറച്ച് ഓഫറും കുറച്ച് ഡിസ്കൗണ്ടും കൂടി ഞാൻ ഈ പ്രൊഡക്റ്റിന് ആഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു പിക്ചർ ഉണ്ട്. ഓക്കെ, ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ ചെയ്യുന്ന ഐശ്വര്യ റായി ആണ്, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിന് ഇത്രയും ഡിസ്കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിന് ഇത്രയും ഓഫർ ഉണ്ട്, ഈ പ്രൊഡക്റ്റിൻ്റെ പിന്നിൽ ഇത്രയും കാര്യങ്ങളുണ്ട്, എന്നാൽ ഞാനിതൊന്ന് വാങ്ങി പരീക്ഷിക്കാം എന്നൊരു മൈൻഡ് സ്വാഭാവികമായിട്ടും ആളുകളിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെയാണ് ചില ബ്യൂട്ടി ബ്രാൻഡുകളായിട്ടുള്ള ഗുഡ് വൈബ്സ്, നൈക്ക, പർപ്പിൾ ആപ്പ് ഇതെല്ലാം ആളുകൾക്ക് കുറെ കൂടി സ്വീകാര്യത ഉണ്ടാക്കിയത്. കാരണം ഇതൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ഭയങ്കര പരിചിതമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രൊഡക്റ്റ് ഇപ്പോൾ ഐശ്വര്യ റായി പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിന് കൂടുതൽ സ്വീകാര്യത കിട്ടും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പബ്ലിക് റിലേഷൻ. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആ പ്രൊഡക്റ്റിനെ സ്നേഹിച്ചു പോകുന്ന ആ ഒരു പ്രോസസ്സില്ലേ, ഇതാണ് പബ്ലിക് റിലേഷൻ വർക്ക് ചെയ്യുന്ന ആളുകളുടെ മെയിൻ ടാർഗറ്റ്. ഇതിൻ്റെ കൂടെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, നേരത്തെ ഉണ്ടായിരുന്ന ടിക്ടോക്ക്, ഇതെല്ലാം ഈ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്ത എത്ര ലക്ഷം ആളുകളിലേക്കായിരിക്കും എൻ്റെ സുംബാഡി പ്രൊഡക്റ്റ് എത്താൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് എൻ്റെ സുംബാഡി പ്രൊഡക്റ്റിൻ്റെ മാത്രമല്ല, നിങ്ങളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങളൊരു സർവീസ് ലോഞ്ച് ചെയ്താലോ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഫെമിലിയർ ഫേസസിനെ ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിന് വെച്ച് അഡ്വർടൈസ് ചെയ്താൽ, അല്ലെങ്കിൽ ആളുകൾക്ക് നല്ലൊരു പോസിറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കി കൊടുത്താൽ, നമ്മളുടെ ടാർഗറ്റ് റേറ്റ് 100 ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന 200-250 ഒക്കെ ആയിരിക്കും പ്രോഫിറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞ സുംബാഡി പ്രൊഡക്റ്റ് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അത് ഇന്ത്യൻ ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതേ സാധനം നമുക്ക് വേൾഡ് ഓഡിയൻസിനെ വെച്ചൊന്ന് നോക്കാം. എങ്ങനെയാണ് ഈ പബ്ലിക് റിലേഷൻ ആളുകളെ അട്രാക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിനെ പറ്റി ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മളുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള റൊണാൾഡോ കൊക്കക്കോളയുടെ കുപ്പി മാറ്റി വെച്ചത്. ഇദ്ദേഹം മീഡിയയുടെ മുമ്പിൽ കൊക്കക്കോളയുടെ കുപ്പി മാറ്റി വെള്ളം എടുത്തു വെച്ചപ്പോൾ കൊക്കക്കോളയുടെ സ്റ്റോക്ക് മാർക്കറ്റ് വാല്യൂവിന് വലിയൊരു ഇടിവാണ് സംഭവിച്ചത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഐശ്വര്യ റായ്, റൊണാൾഡോ, മെസ്സി പോലുള്ള പോപ്പുലർ ഫേസുകൾ നമ്മളുടെ കൺസ്യൂമർ ബിഹേവിയറിനെ എത്രമാത്രം അഫക്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഒരു വലിയ മെസ്സി ഫാനാണ്, മെസ്സി അഡിഡാസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. നിങ്ങൾ മെസ്സി ഫാൻ ആണെങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്ന സാധാരണ ഒരു ഫാനല്ല, മെസ്സിയുടെ ഒരു കട്ട ഫാൻ ആണെങ്കിൽ മോസ്റ്റ്ലി നിങ്ങൾ ചിലപ്പോൾ അഡിഡാസിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും വാങ്ങുന്നത്, അഡിഡാസിൻ്റെ ഷൂസ് ആയിരിക്കും വാങ്ങുന്നത്.
ഇനി നിങ്ങൾ റൊണാൾഡോയുടെ ഫാൻ ആണെങ്കിൽ നിങ്ങൾ അത്രയും ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ നൈക്കി ബ്രാൻഡിന്റെ പുറകെയായിരിക്കും പോകുന്നത്. ഇതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ അഡിഡാസും നൈക്കിയും നമുക്ക് ഓഫർ ചെയ്യുന്ന അതേ ബ്രാൻഡ് ക്വാളിറ്റി ഉള്ള ഒരു സാധനം വേറെ കമ്പനി ഇറക്കിയിട്ടുണ്ടാവും. പക്ഷെ ഫെമിലിയർ ഫേസസ് പറയുന്നതുകൊണ്ട് ഓക്കെ മെസ്സി ഇത് പറഞ്ഞു, മെസ്സി നല്ലതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ റൊണാൾഡോ ഇത് പറഞ്ഞു, റൊണാൾഡോ നല്ലതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ പൈസ മുടക്കി അഡിഡാസും നൈക്കിയും വാങ്ങുകയാണ്. സപ്പോസ് നിങ്ങളിപ്പോൾ അഡിഡാസിൻ്റെ ഒരു ഷൂസ് വാങ്ങിച്ചു, ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ് അയ്യേ അഡിഡാസ് കൊള്ളില്ല, ഞാനിത് വാങ്ങിച്ചിട്ട് എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടായില്ല, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളറിയാതെ നിങ്ങളുടെ കൺസ്യൂമർ അത് ഡിഫെൻഡ് ചെയ്യും. അതായത് അപ്പോൾ നമ്മൾ പറയും ഇല്ല ഇത് മെസ്സി പ്രൊമോട്ട് ചെയ്ത ബ്രാൻഡ്, ഇത് അങ്ങനെ വെറുതെ ഒന്നും അയാൾ ചെയ്യില്ലല്ലോ. പക്ഷെ മെസ്സി ഇതേ സമയം കോടികൾ മുടക്കിയായിരിക്കും ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പറയുന്ന അദ്ദേഹത്തിനൊന്നും അറിയാതെ ചെയ്യില്ലല്ലോ, മെസ്സി ഇത്രയും വലിയ ഫുട്ബോൾ കളിക്കാരനല്ലേ, പുള്ളി ഷൂസ് നോക്കാതെ വാങ്ങും, പുള്ളി നല്ലതായതുകൊണ്ട് തന്നെ അഡിഡാസ് പറയുന്നത്, അതുകൊണ്ട് അഡിഡാസ് സൂപ്പർ സാധനമാണെന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. ഈ ഒരു പ്രോസസ്സിനെയാണ് ബ്രാൻഡ് ലോയാലിറ്റി എന്ന് പറയുന്നത്. ബ്രാൻഡ് ലോയാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മളറിയാതെ നമുക്ക് പൈസ പോലും കിട്ടാതെ നമ്മളൊരു സാധനത്തിന് പ്രൊമോട്ട് ചെയ്യുകയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു താരത്തിനെയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിനെയോ മറ്റാരെങ്കിലും മോശം പറയുമ്പോൾ അറിയാതെ നമ്മളുടെ ഉള്ളിലെ കൺസ്യൂമർ ഉണർന്ന് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. അതായത് നമ്മളറിയാതെ നമ്മൾ വലിയൊരു PR ക്യാമ്പയിനിങ്ങിൻ്റെ പാർട്ടാവുകയാണ്. ഇത് അഡിഡാസിൻ്റെയും നൈക്കിയുടെയും കാര്യത്തിൽ മാത്രമല്ല, മോസ്റ്റ്ലി ഇപ്പോൾ ലോകത്ത് നടക്കുന്ന ഒരു കോമൺ കാര്യമാണ്. നമ്മളറിയാതെ ഞാനും നിങ്ങളും ഒക്കെ നമ്മളൊന്നും അറിയാതെ നമ്മൾ പല ബ്രാൻഡുകളെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ബ്രാൻഡ് ലോയാലിറ്റിയുടെ വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ അഡിഡാസിൻ്റെ ഷൂസ് വാങ്ങിച്ചു, നിങ്ങൾ സ്വാഭാവികമായിട്ടും അടുത്ത പർച്ചേസിന് അഡിഡാസിൻ്റെ പാൻസോ അല്ലെങ്കിൽ അഡിഡാസിൻ്റെ ബാഗോ ആയിരിക്കും വാങ്ങാൻ പോവുള്ളൂ. അതാണ് ബ്രാൻഡ് ലോയാലിറ്റിയുടെ വേറൊരു കാര്യം. ഇനി ഇതിനെല്ലാം എന്താണ് സയന്റിഫിക് എവിഡൻസ് എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിലെ 2 സെറ്റ് ആൾക്കാരെ കൂട്ടി ഒരു പഠനം നടത്തിയിരുന്നു. അതായത് ആപ്പിളിൻ്റെ ലോഗോ ഒരു സെറ്റ് ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തു, IBMന്റെ ലോഗോ വേറൊരു സെറ്റ് ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തു. ഇതിൽ ആപ്പിളിന്റെ ലോഗോ കണ്ടവരും IBMന്റെ ലോഗോ കണ്ടവരും ഒരു ക്രിയേറ്റീവ് ടാസ്ക് ആണ് ചെയ്തത്. ഇതിൽ ആപ്പിളിന്റെ ലോഗോ കണ്ടവർ അവർ ചെയ്ത ക്രിയേറ്റീവ് ടാസ്കുകളിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. IBMന്റെ ലോഗോ കണ്ടവർ ആപ്പിളിന്റെ ലോഗോ കണ്ടവരെക്കാൾ നന്നായിട്ടല്ല പെർഫോം ചെയ്തത്. ഇതിന് ഒരു റീസൺ ഉണ്ട്. ആപ്പിൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നവർ ഫണ്ണും കൂളും ക്രിയേറ്റീവും ആണെന്നുള്ള 3 കാര്യങ്ങൾ ആപ്പിളിന്റെ കമ്പനി ആപ്പിൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ പബ്ലിക്കിലേക്ക് അടിച്ചേൽപ്പിച്ചൊരു സാധനമാണ്. ഒരു പ്രൊഡക്റ്റിന്റെ ക്യാമ്പയിനിങ് എങ്ങനെയാണ് നമ്മുടെ മൈൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് കാണിക്കാനാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ആടുജീവിതത്തിലെ ആസ്ട്രോ ടർഫിങ്ങിനെ കുറിച്ച് പറഞ്ഞു വരുന്നതിന് മുൻപ് ഇതുവരെ വീഡിയോ കണ്ടത് മുഴുവൻ മനസ്സിലാക്കിയിട്ട് മാത്രം ഈ ഒരു പാട്ടിലേക്ക് വരാം. അതുപോലെ ഇതുവരെ കണ്ട വീഡിയോയിൽ കാശ് വാങ്ങി പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന മെസ്സിയെയും ഈ പ്രൊഡക്റ്റിന് വേണ്ടി ഘോരം പ്രസംഗിച്ച് മറ്റുള്ളവരോട് തർക്കിക്കുന്ന ആളുകളെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. കാരണം നമുക്ക് ആവശ്യം വരും. നമ്മുടെ നാട്ടിലിപ്പോൾ ടർഫുകൾ ഭയങ്കര കോമൺ ആണല്ലോ. ടർഫുകൾ ഇപ്പോൾ നമ്മൾ രാത്രി ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ പോകുന്ന ടർഫുകൾ, ഇതിന് ആസ്ട്രോ ടർഫ് എന്നാണ് പറയുന്നത് സാധാരണ. ഈ ആസ്ട്രോ ടർഫിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ പുല്ലെന്നാണ് തോന്നുന്നത്, പക്ഷെ ഇതിന്റെ താഴെ റൂട്ടൊന്നുമില്ല. ഇത് ജസ്റ്റ് നമ്മൾ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പുല്ലാണ്. അതായത് നമ്മൾ നോക്കുമ്പോൾ അവിടെ പുല്ലാണ്, അത് ഗ്രൗണ്ടാണ്, പക്ഷെ റൂട്ട്സ് ഇല്ലാത്ത പുല്ലും ഗ്രൗണ്ടുമാണ്. ഇങ്ങനെ ഇല്ലാത്തൊരു കാര്യം, റൂട്ട്സ് ഇല്ലാത്തൊരു കാര്യത്തിന് നല്ല പച്ചപ്പ് കൊണ്ട് വിരിച്ച് വലിയ പരവതാനിയാക്കി നമ്മുടെ കണ്ണിന് പച്ച കളർ കൊടുക്കുന്ന ഈ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ഇതിനെയാണ് ആസ്ട്രോ ടർഫിംഗ് എന്ന് പറയുന്നത്. ഇനി PR-ൽ ആസ്ട്രോ ടർഫിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോഴെല്ലാം ഈ ഒരു സാധനമായിരിക്കും, ഈ ഒരു സാധനത്തിനെ പറ്റിയുള്ള ഹൈപ്പായിരിക്കും. ഉദാഹരണത്തിന് എൻ്റെ സുംബാഡി പ്രൊഡക്ട്സ് തന്നെ എടുക്കാം. ഇപ്പം ഞാൻ സുംബാഡി പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതും നിങ്ങൾ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് മുഴുവൻ പറഞ്ഞു കേൾക്കുന്നതും നിങ്ങൾ കാണുന്ന പോസിറ്റീവ് ട്രോൾസും നിങ്ങൾ കാണുന്ന പോസിറ്റീവ് കമൻസും നിങ്ങൾ കാണുന്ന എല്ലാ അഭിപ്രായങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാം എൻ്റെ സുംബാഡി പ്രൊഡക്റ്റിനെ കേന്ദ്രീകരിച്ചായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും നെഗറ്റീവ് ഉണ്ടാവില്ല, ഇതിലെല്ലാം പോസിറ്റീവ് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ PR-ൽ നമ്മൾ ആസ്ട്രോ ടർഫിംഗ് യൂസ് ചെയ്യുന്നത്. PR-ൽ ഈ ആസ്ട്രോ ടർഫിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ടർഫിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ പുല്ല് മാത്രമായിരിക്കും കാണുന്നത്, അതിൻ്റെ താഴെ റൂട്ടൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ക്ലെയിംസ് കൊണ്ടുവന്ന് അതിന് വലിയ കാമ്പൊന്നും ഉണ്ടാവില്ല, ഇതിന് വലിയ റൂട്ട്സ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ വലിയൊരു പോസിറ്റീവ് ഒപ്പീനിയൻ അല്ലെങ്കിൽ ആളുകളുടെ വലിയൊരു ഒപ്പീനിയൻ അടിസ്ഥാനരഹിതമായ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്ന് ക്ലെയിം ചെയ്ത് വാങ്ങുന്നതിനെയാണ് ആസ്ട്രോ ടർഫിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ അറിയാതെ ഭാഗമാവുന്നു എന്നുള്ളതാണ് വേറൊരു തമാശ. അതാണ് ശരിക്കും പറഞ്ഞ ആസ്ട്രോ ടർഫിംഗ് എന്ന PR ക്യാമ്പയിൻ്റെ ലക്ഷ്യം. ഇനി ആടുജീവിതം സിനിമയുടെ കേസിൽ നമുക്ക് 2 ആയിട്ട് ഇതിനൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഒന്ന് പ്രീ റിലീസ്, 2 പോസ്റ്റ് റിലീസ്. പ്രീ റിലീസിലുള്ള PR ക്യാമ്പയിനിങ്ങിനെ പറ്റിയാണ് ഞാൻ ആദ്യം പറയുന്നത്. ആടുജീവിതം നമ്മുടെ സിലബസിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആടുജീവിതം എന്ന് പറഞ്ഞ ബുക്ക് നമ്മളിൽ മിക്കവരും മുഴുവൻ വായിച്ചിട്ടുണ്ടാവും.
വായിച്ചപ്പോൾ ഇതൊരു സിനിമയായിരുന്നെങ്കിലോ എന്ന് ആലോചിച്ചവരും ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ആടുജീവിതം സിനിമയാവാൻ പോവാന്ന് പറയുമ്പോൾ അപ്പം തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ അറിയാതെ ഒരു എക്സ്പെക്ടേഷൻ വന്നു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ ആടുജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകൾ വരാൻ തുടങ്ങിയിരുന്നു. ഈ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത് വളരെ പ്രശസ്തമായിട്ടുള്ള കേരളത്തിലെ ചാനലുകാർ തന്നെയാണ്. ഓൺലൈൻ മീഡിയകളോ അല്ലെങ്കിൽ ചെറിയ യൂട്യൂബ് ചാനലോ ഒന്നുമല്ല, TV-യിൽ വാർത്ത വരുന്ന പ്രശസ്ത ചാനലുകളാണ് ഇതിനെപ്പറ്റി വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും വാർത്തക്കാരൊക്കെ ഇത് കൊടുക്കാൻ തുടങ്ങി, ചാനലിലൊക്കെ ആടുജീവിതത്തിനെ പറ്റി വാർത്ത വന്നു, അപ്പോൾ അത് അടിപൊളിയായിരിക്കും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വന്നു. ഇതിൽ വേറൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ചില ഷോർട്ട് ഫിലിമുകളെ പറ്റിയും ചില ആൽബങ്ങളെ പറ്റിയും ചില സിനിമകളെ പറ്റിയൊക്കെ നമ്മൾ വാർത്തകൾ വരുന്നത് കാണാം. ഇവരെല്ലാം ഇവരുടെ കണക്ഷൻസിലൂടെ അല്ലെങ്കിൽ ഇവർക്ക് അറിയാവുന്ന ആളുകളിലൂടെ വിളിച്ചു പറഞ്ഞ് സാധാരണയായിട്ട് ഇതിനെപ്പറ്റി വാർത്ത ചെയ്യിക്കുകയാണ് പതിവ്. നമ്മൾ വാർത്തയിൽ പറയുന്ന വലിയ ഹൈപ്പൊന്നും ഇതിന് കാണില്ല. ഇത് നിനക്ക് എങ്ങനെയാണ് അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ ഒരു പ്രശസ്ത ചാനലിലെ റിപ്പോർട്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ്. ഇതിന് ശേഷമാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നപ്പോൾ ആടുജീവിതത്തിൻ്റെ പ്രവർത്തകർ അവിടെ പെട്ടുപോയതിനെ പറ്റി വലിയൊരു വാർത്ത വന്നിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പിന്നെയും വലിയൊരു എക്സ്പെക്ടേഷൻ അവിടെ വന്നു. എന്തോരം കഷ്ടപ്പെട്ടാണ് ഇവരവിടെ നിൽക്കുന്നത്, ഈ സിനിമയിൽ എന്തോ ഉണ്ട്, എന്തായാലും ഇത്ര കഷ്ടപ്പാട് ഉണ്ടാവും എന്നുള്ളൊരു തോട്ട് നമ്മുടെ തലയിലേക്ക് പിന്നെയും വന്നു. സിനിമ റിലീസിന് മുന്നേ നിങ്ങൾ നോക്കിയാൽ അറിയാം, എല്ലാ ഓൺലൈൻ മീഡിയകൾക്കും എല്ലാ വാർത്താ ചാനലുകൾക്കും എല്ലാ പോസ്റ്റ് ഇടുന്ന മീഡിയകളും ഉൾപ്പെടെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും TV ചാനലിലും എന്താ പറയേണ്ടത്, ഏറ്റവും ചെറിയ യൂട്യൂബ് ചാനലുകൾ പോലും പ്രശസ്ത നടന്മാരും പ്രശസ്ത നടികളും പ്രശസ്തരായിട്ടുള്ള സംവിധായകന്മാരും എല്ലാം ഇതിനെ സംബന്ധിച്ച് ഇൻ്റർവ്യൂ കൊടുക്കുന്നതും കമൻസ് പറയുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഈ സിനിമയുടെ മുന്നോടിയായിട്ട് വലിയൊരു ലോഞ്ച് പാർട്ടി നടന്നു. ഇതിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ള വലിയ നടന്മാർ വന്നു. ഈ സിനിമ റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ ഈ സിനിമയെ പറ്റി അഭിപ്രായം പറയാൻ തുടങ്ങി. ഇതെല്ലാം PR-ന്റെ ഒരു പാർട്ടാണ്. ഇതെല്ലാം പൈസ മുടക്കി ചെയ്യുന്ന PR-ന്റെ ഒരു പാർട്ടാണ്. ഒരു സാധാരണക്കാരൻ നോക്കുമ്പോൾ, ഞാൻ സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ ഞാൻ വലിയ ബുദ്ധിമാനാണെന്ന് പറഞ്ഞ് ചമഞ്ഞ് എല്ലാം നല്ലതാണെന്ന് പറയുന്ന ആളെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സാധാരണ കൺസ്യൂമർ എന്ന രീതിയിൽ ഒരു സിനിമ വരുന്നതിന് മുന്നേ വലിയ ഇവൻറ്റ്സ് ആണ് നടക്കുന്നത്. ഇത് നമ്മളുടെ ഉള്ളിലെ കൺസ്യൂമറിനെ ടാർഗറ്റ് ചെയ്യുന്ന തന്നെ രീതിയിലുള്ള PR-ആണ്. ഇത് തന്നെയാണ് ഇവർ പ്രീ റിലീസിന് മുന്നേ ചെയ്തത്. അതായത് സംതിങ് ബിഗ് ഈസ് കമ്മിങ് എന്നൊരു തോട്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ മനസ്സിലുണ്ടാക്കുകയാണ് ഇവർ ചെയ്തത്. അതായത് എക്സ്പെക്ടേഷൻസ് കൂട്ടി. ഇതിൻ്റെ കൂടെ തന്നെ ഈ സിനിമയ്ക്ക് ഓസ്കാർ കിട്ടും എന്ന് സിനിമ റിലീസാവുന്നതിന് മുൻപേ ഇത് കാണുന്ന ആൾക്കാരല്ലാതെ സിനിമയിൽ പ്രവർത്തിച്ച ആളുകൾ പറയാണ്. അതിൻ്റെ കൂടെ തന്നെ ഓസ്കാർ ലഭിച്ച ചില ആളുകൾ ആ സിനിമയിലുണ്ടെന്ന് നമ്മൾ അറിയാണ്. ഒബിയസ്ലി എന്തോ മലയാളത്തിൽ നിന്ന് ഓസ്കാറിലേക്ക് പോകാൻ പറ്റുന്ന എന്തോ വലിയൊരു സിനിമയാണ് വരാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ അവിടെ വന്നു കഴിഞ്ഞു. നമ്മുടെ മനസ്സിൽ അവരവിടെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഇത് തന്നെയാണ് പല ബ്രാൻഡുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് വലിയൊരു എക്സാമ്പിളാണ് റിലീസിന് മുന്നേ ഉള്ള ആടുജീവിതത്തിൻ്റെ ക്യാമ്പയിൻ. അങ്ങനെ വലിയ എക്സ്പെക്ടേഷനും വലിയ ഹൈപ്പും വലിയ അവാർഡ് സ്ട്രാറ്റജിയും എല്ലാം നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഈ സിനിമ നിറച്ചു കഴിഞ്ഞു. ഇതിന് മുന്നോടിയായിട്ട് ഒരു കോൺട്രവേഴ്സിയും ഈ സിനിമയിൽ വന്നു. അതായത് പ്രവർത്തകരറിയാതെ, പ്രവർത്തകരോട് ചോദിക്കാതെ ട്രെയിലർ റിലീസ് ചെയ്തതും അതിനെ പറ്റിയുള്ള ചർച്ചകളും അങ്ങനെ പല കാര്യങ്ങളും സിനിമയ്ക്ക് മുന്നോടിയായിട്ട് വന്നു. അങ്ങനെ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആടുജീവിതം ബുക്കിനേക്കാൾ വലിയ എന്തോ സംഭവമാണെന്നുള്ളൊരു ഹൈപ്പ് അവർ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഒരു സേഫ് സെൻറ്റൻസും അവരവിടെ പറഞ്ഞിരുന്നു. ഇത് ബുക്കിനെ പോലെ ആയിരിക്കില്ല, അതിലും ഭീകരമായിരിക്കും എന്നുള്ളൊരു ക്ലെയിം സിനിമയിലെ പ്രവർത്തകർ നടത്തിയിരുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ ബുക്ക് വലിയൊരു എക്സ്പെക്ടേഷനിലാണ് നിൽക്കുന്നത്, അതിനേക്കാൾ വലിയ പക്ഷെ ബുക്കിനെ പോലെ അല്ലാത്ത വേറെ എന്തോ ആണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ ബുക്കായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത കൂടി അവർ നമ്മുടെ മനസ്സിലുണ്ടാക്കി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം. പ്രീ റിലീസിന് മുന്നേ തന്നെ ഇതേ ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മനസ്സിൽ എടുത്തിട്ട 3 കാര്യങ്ങളൂടെ ഉണ്ട്. ഒന്ന്, 16 വർഷത്തെ കഷ്ടപ്പാട്. 16 വർഷം ഒരു സിനിമയുടെ ഐഡിയ ഉണ്ടാക്കി അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് കോവിഡ് സമയത്ത് വരെ ബുദ്ധിമുട്ടി അത് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതെന്തോ വലിയ സിനിമയാണ്. ഓഫ് കോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ തലച്ചോറിൽ ഒരു സാധനം വരും, ഇതും പാർട്ട് ഓഫ് PR ആണ്. അതുപോലെ വേറൊരു കാര്യമായിരുന്നു ബോഡി ട്രാൻസ്ഫോർമേഷൻ. പൃഥ്വിരാജ് എന്ന ഭയങ്കര വെൽ ബിൽട്ട് ആയിട്ടുള്ള ഒരു മനുഷ്യൻ തൻ്റെ ബോഡി ഈ സിനിമയ്ക്ക് വേണ്ടി ട്രാൻസ്ഫോം ചെയ്യാണ്, ഒരുപാട് മെലിയാണ്, ഇത്ര കിലോ വരെ കുറഞ്ഞു എന്നുള്ളതെല്ലാം നമ്മൾ ഇൻ്റർവ്യൂസിലും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഇൻ്റർവ്യൂകളിലൂടെയൊക്കെ നമ്മൾ കാണുകയാണ്. ബോഡി ട്രാൻസ്ഫോർമേഷൻസ് ഒരുപാടില്ലാത്ത മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതുപോലെ വലിയൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ നമ്മൾ എന്തായാലും ഒരുപാട് എക്സൈറ്റഡ് ആയിരിക്കും. പൃഥ്വിരാജ് സുകുമാരൻ എന്തുകൊണ്ടാണ് ഇതുപോലെ ബോഡി ട്രാൻസ്ഫോം ചെയ്തത്, എന്തായിരിക്കും ഈ സിനിമയുടെ ഔട്ട്പുട്ട് എന്നറിയാൻ നമ്മൾ എന്തായാലും ഒരുപാട് എക്സൈറ്റഡ് ആയി തന്നെ സിനിമ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഇതിനെപ്പറ്റിയുള്ള ഒരുപാടുള്ള ടോക്സും ഇൻ്റർവ്യൂസും പോസ്റ്റുകളും എല്ലാം പാർട്ട് ഓഫ് PR.
പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ പിക്ചറിലില്ലാതിരുന്ന റിയൽ ലൈഫ് നജീബിൻ്റെ ഇൻ്റർവ്യൂസ് ആണ്. റിയൽ ലൈഫ് നജീബും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരുപാട് ഇൻ്റർവ്യൂസിൽ വരുമായിരുന്നു. ഇതിൽ റിയൽ ലൈഫ് ഇൻ്റർവ്യൂസിൽ നജീബിൻ്റെ കഷ്ടപ്പാടുകൾ പറയുന്നതിൻ്റെ കൂടെ തന്നെ ഭാര്യയുടെ പ്രസൻസും നമ്മളറിയാതെ ഒരു ഇമോഷണൽ എലമെന്റ് ഉണ്ടാക്കിയെന്ന് എത്ര പേർക്ക് മനസ്സിലായി. നിങ്ങൾ ചിന്തിക്കും ഇപ്പം എങ്ങനെയാണ് PR ഇല്ലാതെ ഒരു സിനിമ ഇറങ്ങുന്നത്? ഇപ്പോൾ മഞ്ഞുമേൽ ബോയ്സ് എന്ന് പറഞ്ഞാൽ വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു റിയൽ ലൈഫ് സിനിമയിൽ വരെ ഒരുപാട് PR ഉണ്ടായിരുന്നു. മലയാള സിനിമയുടെ തന്നെ ഹിസ്റ്ററി മാറ്റിമറിക്കുക എന്നുള്ളതാണ് സുഷിൻ ശ്യാം പറഞ്ഞ കാര്യം. മാത്രമല്ല ഇതിൻ്റെ റിയൽ ലൈഫ് മഞ്ഞുമേൽ ബോയ്സും ഒരുപാട് ഇൻ്റർവ്യൂസ് കൊടുത്തിരുന്നു. പക്ഷെ ജീവിതത്തിൽ PR എങ്ങനെയാണ് ആസ്ട്രോ ടർഫിങ്ങിലേക്ക് പോകുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് പറയണു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇതെല്ലാം നമ്മൾ കണ്ടു. അങ്ങനെ പ്രീ റിലീസിന് മുന്നേ വലിയൊരു PR ക്യാമ്പയിനിങ് ആയിരുന്നു നടന്നത്. അങ്ങനെയൊക്കെ ലക്ഷങ്ങൾ മുടക്കി വലിയൊരു PR ക്യാമ്പയിനിങ് സിനിമയുടെ ഭാഗമായിട്ട് നടന്നതിന് ശേഷം സിനിമ ഇറങ്ങിയപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം മുതൽ നമ്മൾ റിവ്യൂ കാണാൻ തുടങ്ങി. ഒരു സിനിമ ഇപ്പോൾ റിലീസാകുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്നത്? ഒന്ന്, ആ സിനിമയുടെ റിവ്യൂ. 2, ആ സിനിമയുടെ പബ്ലിക് റെസ്പോൺസ്. ഈ 2 കാര്യങ്ങളിലും പോസിറ്റിവിറ്റി ഒരുപാട് കൂടിയ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലും ഓക്കെ ഇത് നല്ല പടാന്നുള്ളൊരു ചിന്ത വരും. ഒബ്വിയസ്ലി ഇത്രയും വലിയൊരു PR ക്യാമ്പയിനിങ് ഉണ്ടായിരുന്ന ഒരു സിനിമ നമ്മളറിയാതെ നമ്മളെ ഇമോഷണലി എക്സൈറ്റഡ് ആക്കി. നമ്മളറിയാതെ നമ്മളുടെ ചിന്ത ആടുജീവിതം എന്നിറങ്ങും, ആടുജീവിതം മാർച്ച് 28-നാണോ, ആടുജീവിതത്തിൻ്റെ റിലീസ് മാറ്റിയോ, ഇങ്ങനെയുള്ള ഒരുപാട് തോട്ട്സ് വർഷങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ ഇതിങ്ങനെ കൾട്ടിവേറ്റ് ആയി കിടക്കുകയാണ്. ഇതിൻ്റെ കൂടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ മുതൽ റിവ്യൂസ് നമ്മൾ കാണാൻ തുടങ്ങി. എന്തായാലും ആടുജീവിതത്തിൻ്റെ റിവ്യൂ വളരെ പോസിറ്റീവായിട്ടാണ് വന്നത്. പൃഥ്വിരാജ് പറഞ്ഞതുകൊണ്ട് ആടുജീവിതം ഓസ്കാറിന് വിടാൻ 8ഉം 10ഉം ടിക്കറ്റ് എടുത്ത ആളുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്. മാത്രമല്ല ഈ ക്ലെയിംസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വളരെ വൈറലായി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മളെല്ലാം വളരെയധികം ഒരു സിനിമ റിലീസ് ചെയ്ത് ഉറ്റുനോക്കുന്ന കാര്യമാണ് റിവ്യൂ. മലയാളത്തിൽ ഇപ്പോൾ പ്രശസ്തരായിട്ട് 5 റിവ്യൂവേഴ്സാണുള്ളത്. ഈ റിവ്യൂവേഴ്സ് അറിഞ്ഞോ അറിയാതെയോ ഒരു സിനിമയെ പറ്റി പറയുമ്പോൾ അത് വലിയൊരു PR ക്യാമ്പയിനായിട്ട് മാറുന്നുണ്ട്. ഒരു സിനിമ നല്ലതാണോ മോശമാണോ എന്ന് ഇതിൽ ജെന്യുവനായിട്ട് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഇതിൽ ജെന്യുവൻ അല്ലാതെ പറയുന്ന ആളുകളും ഉണ്ടാവാം. പ്രമുഖ റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂസിൻ്റെ താഴെ പല കമൻസുകൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇദ്ദേഹം പറഞ്ഞു ഇത് ധൈര്യമായിട്ട് സിനിമ പോയി കാണാം, അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞു ഈ സിനിമ അത്ര ഫ്ലോപ്പായിരിക്കും എന്നൊക്കെ പറയുന്ന പല രീതിയിലുള്ള റിവ്യൂ. ഈ റിവ്യൂസ് അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് ഇവർ പറയുന്നതാണെങ്കിലോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യൂട്യൂബിൽ നിന്ന് ഈ റിവ്യൂവേഴ്സിനെല്ലാം ഒരു പരിധിയിൽ വരുമാനം ഉണ്ടാവും. എന്നാൽ അതിൻ്റെ എല്ലാം ഇരട്ടി വരുമാനമായിരിക്കും ഒരു കാര്യത്തിന് വേണ്ടി അവർ പ്രൊമോഷൻ ചെയ്യുമ്പോൾ. നമുക്ക് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു റീല് ചെയ്യാൻ ഏകദേശം 2.5 ലക്ഷം രൂപ വരെ ഓഫർ ചെയ്തു എന്നുള്ളതാണ്. അതായത് കണ്ടന്റിന് പുറമെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഇതുപോലെയും ഇതിൽ കൂടുതലും പൈസ നമുക്ക് കിട്ടാം. അതുകൊണ്ട് നമ്മൾ റിവ്യൂസ് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ കേൾക്കുമ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് ഇതേ ആത്മാർത്ഥതയുണ്ടോ എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഇവർ ഒരു സിനിമേനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ ഒരു സെക്കൻഡ് വാക്ക് നമുക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം നമ്മൾ ഇവരുടെ ഫാനായി കഴിഞ്ഞു. ഇവരാദ്യം ജെനുവിൻ റിവ്യൂസ് ആയിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ പിന്നെ ഇവർ പറഞ്ഞ റിവ്യൂസ് എല്ലാം ജെനുവിൻ ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും? ഇവിടെയാണ് നമ്മളുടെ ഇമോഷൻസിനെ ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളറിയാതെ നമ്മളൊരു സിനിമേനെ ഇഷ്ടപ്പെടുകയാണ്, നമ്മളറിയാതെ നമ്മളൊരു സിനിമേനെ ഇഷ്ടപ്പെടാതിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ തന്നെ തീരുമാനം എടുക്കാനുള്ള ഒരു പ്രാപ്തിനെയാണ് നമ്മളിവിടെ നോക്കേണ്ടത്. ഇയാൾ പറഞ്ഞതുകൊണ്ട് ഈ സിനിമ പോയി കാണാം, അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞ ഈ സിനിമ നല്ലതായിരിക്കും, ഈ ഒരു വ്യക്തി നെഗറ്റീവ് പറയാത്തത് കൊണ്ട് ഈ സിനിമ സൂപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി പോസിറ്റീവ് പറഞ്ഞതുകൊണ്ട് ഈ സിനിമ അടിപൊളിയായിരിക്കും, നെഗറ്റീവ് പറഞ്ഞതുകൊണ്ട് ഇതൊന്നിനും കൊള്ളാത്ത സിനിമയായിരിക്കും എന്നെല്ലാം ഉള്ള ചിന്ത നമ്മുടെ കയ്യിൽ ഓൾറെഡി വന്നിരിക്കുകയാണ്. നമുക്കിവിടെ തീരുമാനം എടുക്കാനുള്ള കഴിവ് ഇല്ലാതെ പോവുകയാണ്. ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് നമ്മൾ തിയേറ്ററിലെ സിനിമ കാണാൻ പോകുന്നു. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലൊക്കെ ഓക്കെ ഇവർ നല്ലതാണെന്ന് പറഞ്ഞു, ഇവിടെ ഈ വാവ് ഫാക്ടർ ഉണ്ട്, ഇവിടെ ഈ വാവ് ഫാക്ടർ ഉണ്ടെന്ന് വാവ് ഫാക്ടർ ഇല്ലെങ്കിൽ കൂടി നമ്മുടെ മനസ്സിൽ വരികയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ബ്രാൻഡിന് വേണ്ടിയുള്ള തർക്കവും ബ്രാൻഡിനെ ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്ന ബ്രാൻഡ് ലോയാലിറ്റി എന്നുള്ള സ്വഭാവമൊക്കെ ഇതിൽ പെടുന്നതാണ്. അതുകൊണ്ട് റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂ നല്ലതാണോ മോശമാണോ നോക്കിയൊരു സിനിമേനെ അളക്കുന്നത് നമുക്ക് തന്നെ സ്വയം തീരുമാനം എടുക്കാനുള്ള ശേഷിക്കുറവിനെയാണ് കാണിക്കുന്നത്. ഒരു സിനിമ നല്ലതാണെങ്കിൽ നല്ലതാണെന്നും ഒരു സിനിമ മോശമാണെങ്കിൽ മോശമാണെന്നും നോക്കി പറയേണ്ടത് മറ്റുള്ളവരല്ല, കാണുന്നത് നമ്മളാണ്. അത് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നമ്മൾ തീരുമാനം എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ശരിക്കും ആ സിനിമ കാണുന്നത് അവരുടെ കണ്ണിലൂടെയല്ലേ, അല്ലാതെ നമ്മുടെ കണ്ണിലൂടെ നമ്മുടെ തലച്ചോറിലൂടെ അല്ലല്ലോ. അത് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. എന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ ആടുജീവിതം OTT വരുമ്പോഴോ അല്ലെങ്കിൽ ഒരിക്കൽ കൂടി നിങ്ങൾ ആടുജീവിതം കാണുമ്പോഴോ സെയിം ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. സിനിമാറ്റിക് എക്സ്പീരിയൻസ് അല്ല OTT കാണുമ്പോൾ നമുക്ക് സിനിമയെ തിയേറ്ററിൽ കണ്ട അത്ര കരച്ചിലൊന്നും വരുന്നില്ല എന്ന് പറയുന്നവർ
ആകാശദൂത് എന്ന് പറയുന്ന സിനിമ TV-യിൽ എത്ര തവണ കണ്ടാലും ഫോണിൽ എത്ര തവണ കണ്ടാലും കരയുന്ന ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. തിയേറ്റർ റെസ്പോൺസിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ചിലപ്പോൾ 80% പേരും ആവറേജാന്ന് പറഞ്ഞ സിനിമയിൽ 20% പേരുമായിരിക്കും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തരുന്നത്. പേരിൽ നല്ലത് പറയുന്നതിൽ എത്ര പേര് ഇതിൽ പൈസ വാങ്ങിച്ചാണ് ഇത് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ഇതിന് വലിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ആടുജീവിതത്തിന്റെ ട്രെയിലറും ആടുജീവിതത്തിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് വിഷ്വൽ റൊമാൻസ്. ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ളതിൻ്റെ ഭാഗമായിട്ട് വിഷ്വൽ റൊമാൻസിലെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാനാണ് ഞാനിപ്പോൾ അത് സെർച്ച് ചെയ്തത്. പക്ഷേ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ കണ്ടത്. പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ താഴെ കുറച്ച് നെഗറ്റീവ് കമൻറ്റുകൾ ഞാൻ കണ്ടിരുന്നു. ഒരു ഭാഗം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു ഭാഗം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ താഴെ പോയത്. പക്ഷേ ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇപ്പോൾ അവിടെ ഇല്ല, അത് അവർ റിമൂവ് ചെയ്തു. ഇത് റിമൂവ് ചെയ്യാൻ കാരണം ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ആളുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നെഗറ്റീവ് പറയാനുള്ള ടെൻഡൻസി വരും. നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയാൻ തോന്നും. കാരണം ഒരാൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു, ഇനി നമ്മൾ പറഞ്ഞാൽ കുഴപ്പമില്ല എന്നൊരു ചിന്ത നമുക്ക് വരും. ആ ഒരു ചിന്ത നമുക്ക് വരുത്താതിരിക്കാനും ഈ പറയുന്ന ആടുജീവിതം എന്ന ബ്രാൻഡിനെ പറ്റി നല്ല രീതിയിൽ തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് പ്രൊമോഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റ് റിമൂവ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് പറയുമ്പോഴാണ് നമ്മൾ മോബ് മെന്റാലിറ്റി എന്നൊരു കാര്യത്തിനെ പറ്റി ചിന്തിക്കേണ്ടത്. 2 ഇൻസ്റ്റാഗ്രാം പേജ് ഒരേ സെയിം വീഡിയോ ഒരേ ടൈമിൽ ഇറക്കാണ്. ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയുടെ താഴെ ഒരു 5 പോസിറ്റീവ് കമൻറ്റുകൾ നിങ്ങൾ കണ്ടു, മറ്റ് ഇൻസ്റ്റാഗ്രാം വീഡിയോയുടെ താഴെ 5 നെഗറ്റീവ് കമൻറ്റുകൾ നിങ്ങൾ കണ്ടു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയാം, ഒരേ വീഡിയോയ്ക്ക് 2 രീതിയിലായിരിക്കും കമൻറ്റ് ഡിവൈഡ് ചെയ്തു പോകുന്നത്. പോസിറ്റീവായിട്ടുള്ള വീഡിയോയ്ക്ക് താഴെ മുഴുവൻ പോസിറ്റീവ് കമൻറ്റുകളായിരിക്കും, നെഗറ്റീവായിട്ടുള്ള വീഡിയോകളുടെ താഴെ മുഴുവൻ നെഗറ്റീവ് കമൻറ്റുകളായിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാം, തീ കത്തുന്ന ഡ്രാഗൺ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക്, അതുപോലെ സൗണ്ട് ഇല്ലാതെ പാറ പൊട്ടിച്ചു കൊടുക്കുന്നു, ഇങ്ങനെ കുറച്ച് കമൻറ്റ്സ് ട്രെൻഡായി നിന്നൊരു സമയം ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഏതൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോയുടെ താഴെ നോക്കിയാലും ഇതുപോലെ ഒരുപാട് കമൻറ്റ്സ് നമുക്ക് കാണാമായിരുന്നു. ഇതാണ് മോബ് മെന്റാലിറ്റി. ഒരാൾ നല്ലതാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 10 പേര് നല്ലതാണെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ നല്ലതാണെന്ന് പറഞ്ഞു പോകും. അത് പറഞ്ഞില്ലെങ്കിൽ നമ്മളവിടെ ബുദ്ധിയില്ലാത്തവരാവോ എന്നുള്ള ഒരു പേടി കൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. ഈ ഒരു മോബ് മെന്റാലിറ്റിനെയാണ് മിക്ക സിനിമ ഇൻഡസ്ട്രികളും ഇപ്പം മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ആടുജീവിതത്തിലും ഈ മോബ് മെന്റാലിറ്റി നന്നായി യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ സിനിമയിൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ നിനക്കൊന്നും അറിയില്ല, നീ പൊട്ടനാണെന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതാണോ, ശരി, പബ്ലിക് റെസ്പോൺസ് കൊടുക്കുന്നവരും ഓൺലൈൻ മീഡിയയും റിവ്യൂവേഴ്സും ഒക്കെ ചിലപ്പോൾ പൈസ വാങ്ങിച്ചിട്ടായിരിക്കും ഈ ഇടുന്നത്. പക്ഷേ ഈ കാണുന്ന കമൻസ് ഒക്കെ എന്തുകൊണ്ടാണ് ഈ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയുന്നത്? ഇവിടെയാണ് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാൻ പോകുന്നത്. ഞാൻ ആടുജീവിതത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ 6 കമൻറ്റുകൾ ഇട്ടിരുന്നു. ഞാൻ എൻ്റെ 6 അക്കൗണ്ടിൽ നിന്നാണ് 6 കമൻറ്റുകൾ ഇട്ടത്. ഇതിൽ 3 പോസിറ്റീവും 3 നെഗറ്റീവും ആയിരുന്നു. ഈ 3 പോസിറ്റീവും 3 നെഗറ്റീവും ആയിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് തന്നെയാണ് പബ്ലിക് റിലേഷൻ ക്യാമ്പയിൻകാരും ഉപയോഗിക്കുന്നത്. ഒരു പബ്ലിക് റിലേഷൻ ഏജൻസിയുടെ സൈബർ വിങ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. അവർക്ക് സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഇടാനും നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഇടാനും ഒരുപാട് ആളുകളുണ്ടാവും. ഇത് ചില സമയത്ത് സൈബർ അറ്റാക്കുകളായിട്ട് മാറാറുണ്ട്. അതായത് നെഗറ്റീവ് കമൻറ്റ് അതിൻ്റെ ക്രൂഷ്യാലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ സാധാരണക്കാരനും അത് കണ്ട് കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് പറയാൻ തുടങ്ങും. കാരണം നമുക്ക് നമ്മുടെ മുഖം കാണിച്ചല്ലല്ലോ കമൻറ്റ് ഇടേണ്ട ആവശ്യം. അതുകൊണ്ട് ഇത് സൈബർ അറ്റാക്കായിട്ട് മാറാറുണ്ട്. അതായത് സ്മിയർ ക്യാമ്പയിൻ, ആസ്ട്രോ ടർപ്പിങ്ങിന്റെ നേരെ ഓപ്പോസിറ്റാണ് സ്മിയർ ക്യാമ്പയിൻ, മോശമാക്കി കൊടുക്കുന്നത്. ഇതായി മാറാറുണ്ട്. അതുപോലെ ആസ്ട്രോ ടർപ്പിംഗ് ആയിട്ട് മാറാറുമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ അട്ടർ ഡിസാസ്റ്റർ എന്നാണ് ഞാൻ ഈ സിനിമയെ പറ്റി പറഞ്ഞത്. എൻ്റെ ഉള്ളിലുള്ള എക്സ്പെക്റ്റേഷൻ പ്രീ റിലീസിന് മുന്നേ അത്രയും കൂടി സിനിമ കണ്ടതിന് ശേഷം ആ എക്സ്പെക്റ്റേഷൻ തീരെ പോയി ഒന്നും ഇല്ലാതായതുകൊണ്ടാണ് അട്ടർ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞൊരു ക്ലെയിം ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ഞാനിപ്പോൾ തിരിച്ചെടുക്കുകയാണ്. ഒരു ആവറേജ് മൂവി അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് മൂവി, ഈ ഒരു റേറ്റിംഗ് എനിക്ക് ആടുജീവിതത്തിന് കൊടുക്കാൻ പറ്റും. ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിട്ടുള്ള സിനിമ ഓസ്കാറിലേക്ക് എത്തും എന്ന് പറയുന്ന ഒരു ക്ലെയിമാണ് ഇതിലെ ഏറ്റവും വലിയ ആസ്ട്രോ ടർഫി. ഈ സിനിമ ഓസ്കാർ വർത്തിയായിട്ടുള്ള സിനിമയാണോ എന്ന് നമ്മൾ 2 തവണ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ പബ്ലിക് റിലേഷൻ ക്യാമ്പയിൻ്റെ ക്രൂഷ്യാലിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇനി വരുന്ന ഒരു സിനിമ നിങ്ങൾ മറ്റാരുടെ റിവ്യൂ കാണാതെയോ പബ്ലിക് ഒപ്പീനിയൻ കാണാതെയോ പോയി ഒന്ന് കണ്ടു നോക്ക്. വേണമെങ്കിൽ ട്രെയിലർ പോലും കാണാതെ, അല്ലെങ്കിൽ ഇൻ കേസ് ട്രെയിലർ കണ്ടാലും അതിൻ്റെ കമൻസ് വായിക്കാതെ, നിങ്ങളൊന്നും അറിയാതെ ഒരു സിനിമ പോയി കണ്ടു നോക്ക്. നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഒരു ഒപ്പീനിയൻ ഡെവലപ്പ് ആവും. ഈ ഒപ്പീനിയൻ തന്നെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റിവ്യൂവേഴ്സും നിങ്ങൾ കാണുന്ന കമൻസും എന്ന് നിങ്ങൾ നോക്ക്. അപ്പോഴാണ് പബ്ലിക് റിലേഷൻ നിങ്ങളെ എത്രത്തോളം മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ കമൻറ്റ് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കൂ. ഫോർ വാച്ചിങ് ഹെലൻ റിയാക്ട്സ്. താങ്ക് യു.